അപ്പൊ കഴിഞ്ഞ ദിവസം പറഞ്ഞു വെച്ചത് ഏതാ മക്കളെ, ഒന്ന് ഓർക്കുന്നുണ്ടോ? ഓണത്തിന്റെ അടിയിൽ പോയൊക്കെ കച്ചവടമായോ? മറന്നുപോയോ? ഇൻഫിനിറ്റ് ലിമിറ്റ്സ് ആണ് പറഞ്ഞത്. ഇൻഫിനിറ്റ് ലിമിറ്റ്സ് ആണ് പറഞ്ഞു വെച്ചേക്കണം നമ്മൾ, അല്ലെ? അത് അവര് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് 2 മാർക്ക് അല്ലെങ്കിൽ ഒക്കെയാണ് ചോദിക്കുന്നത്. 2 മാർക്ക് 5 മാർക്ക് അതിന്റെ ഡെഫിനിഷൻ കാര്യങ്ങളൊക്കെ ഇല്ലേ മക്കളെ, അതാണ് ചോദിക്കണേ. ഓക്കെ. നമ്മള് പാമ്പ് പണം കൊണ്ട കാര്യമൊക്കെ പറഞ്ഞു പോയതാണ് അല്ലേ? ഓർക്കണില്ലേ? ഓർക്കുന്നുണ്ട്. അപ്പൊ അതില് ഒരു പ്രത്യേകതയുള്ളത് ഇങ്ങനെ പോയിട്ട് കർവ് ഇങ്ങനെ പോകണം. ആ കർവ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അതിന്റെ ഇടയിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ അതിനെ തൊട്ടില്ല എന്ന് പറഞ്ഞ് പോകണ്ട. ആ സ്ട്രെയിറ്റ് ലൈൻ ഞാൻ ഒരു പേര് വിളിച്ചല്ലോ പിള്ളേരെ, അസിംപ്ടോട്ട്. അപ്പൊ അതിന്റെ കൂടെ അത് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് എന്ത്? അസിംപ്ടോട്ട്. അപ്പൊ അത് നമുക്ക് അതും പഠിക്കാനുണ്ട്, അസിംപ്ടോട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ മക്കളെ നമ്മള് പറഞ്ഞു വെച്ചത് ഇൻഫിനിറ്റ് ലിമിറ്റ്സിനെ കുറിച്ചാണ്. സാർ ഒന്ന് പെട്ടെന്ന് പറഞ്ഞ് മുന്നോട്ട് പോയിക്കോട്ടെ. യെസ്, അത് അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തേ ഉള്ളൂ സാറ്. പ്രോബ്ലം ചെയ്തിട്ടില്ലല്ലോ മക്കളെ? പ്രോബ്ലം ചെയ്തിട്ടില്ല, ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടേ ഉള്ളൂ അല്ലെ? അപ്പൊ ഇതില് നമുക്ക് യെസ് കുറച്ച് പടക്കം വരച്ച് കാണിച്ചു. മക്കളൊന്ന് ശ്രദ്ധിക്കുക. അതായത് ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു എ f of x equal to infinity. ഇതാണ് എന്റെ നൊട്ടേഷൻ. പറഞ്ഞേ, ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു എ f of x equal to infinity. എക്സ് എ അറ്റൈൻ ചെയ്യണമെന്നില്ല. അപ്പൊ ഇവിടെ ആക്ച്വലി ഇവിടെ x ഈക്വൽ ടു എ എന്ന് പറയുന്ന ലൈനാണ്. ഇത് ഏതാ ലൈൻ? x ഈക്വൽ ടു എ ആണ്. ഓക്കെ. അതിന്റെ ലെഫ്റ്റ് സൈഡ് ചിലപ്പോൾ നമുക്കറിയാം എ മൈനസ് വന്നാലും ഇൻഫിനിറ്റി വരാം. ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു എ പ്ലസ് എഫ് എക്സ് വന്നാലും എന്ത് വരാം? ഇൻഫിനിറ്റി വരാം. അപ്പൊ ഇപ്പുറത്തും കൂടി പടം വരും. ഈ വന്ന പോലെ തന്നെ ഇങ്ങനെ ഒരു പടം നിൽക്കുന്നുണ്ടാവും. അതാണ് കഴിഞ്ഞ ദിവസം പാമ്പിന്റെ കാര്യം പറഞ്ഞത്, ഓർക്കുണ്ടോ? അപ്പൊ ഇതില് നമുക്ക് എന്നിട്ട് ലിമിറ്റ് രണ്ടിന്റെയും കൂടി ലിമിറ്റ് ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് എന്നുള്ളത് വിട്ടിട്ട് ലിമിറ്റ് എന്ന് വിചാരിക്കാം. ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റി. ഇതിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അന്ന് പറഞ്ഞായിരുന്നു. എന്താ വെച്ചാല് ഈ എഫ് ഓഫ് എക്സ് കൈവിട്ട കളിയാണ്. എക്സ് ആരുടെ അടുത്തേക്ക് അടുക്കുമ്പോ മക്കളെ? എയുടെ അടുത്തേക്ക് പോകുമ്പോ എഫ് ഓഫ് എക്സ് എവിടേക്കാ പോണേ? ഇൻഫിനിറ്റി. അപ്പൊ നമ്മൾ ഏതൊരു നമ്പർ ഇട്ടിട്ട് അതിനെ തടയാൻ നോക്കിയാലും അതുക്കും പറയും, അതുക്കും മേലേക്ക് പോകും. അപ്പൊ ഈ ഡെഫിനേഷൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവേണ്ട ഒന്ന് നോക്കുവോ? ശ്രദ്ധിക്കുക. ലെറ്റ് എഫ് ബി എ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ആൻ ഓപ്പൺ ഇന്റർവൽ കണ്ടെയ്നിങ് ദ പോയിന്റ് എ. അപ്പോ ഇവിടെ ഒരു ഓപ്പൺ ഇന്റർവൽ കൺസിഡർ ചെയ്യുക. ആര് ഉൾക്കൊള്ളുന്നത് മക്കളെ? എ ഉൾക്കൊള്ളുന്നത്. വിത്ത് പോസിബിൾ എക്സംഷൻ അറ്റ് എ ഇറ്റ് സെൽഫ്. എ ആവണമെന്നില്ല. മനസ്സിലായ പിള്ളേരെ? എന്ത് ചെയ്താൽ മതി? എയിലേക്ക് അടുത്താ മതി. Then limit extends to infinity. A f of x equal to infinity if all the values of fx can be made arbitrarily large by taking x sufficiently close to but not equal to a. Clear ആയോ? അടുക്കും തോറും ഈ ഫംഗ്ഷൻ എവിടേക്ക് പോണേ? സഫീഷ്യന്റ്ലി ലാർജ് ആവുകയാണ്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആ ലിമിറ്റ് ഇൻഫിനിറ്റി എന്ന് വിളിക്കുന്നത്. ഇത് തന്നെ മൈനസ് ഇൻഫിനിറ്റി എക്സ് എയുടെ അടുത്തേക്ക് അടുക്കും തോറും എഫ് എക്സിന്റെ വാല്യൂ ആബ്സല്യൂട്ട്ലി വലുതാവണം. പക്ഷെ ചിഹ്നം എന്തായിരിക്കണം? ചിഹ്നം എന്ത് പറഞ്ഞു? നെഗറ്റീവ് ആണ്. വലുതാവണം. പക്ഷെ അത് മറ്റേ ഏതൊരു സാധനങ്ങൾ താഴ്ത്തിക്ക് വളരില്ലേ? ഏതാ നമ്മൾ പറയാറുള്ളത്? പച്ചക്കറി താഴ്ത്തിക്ക് പോണത് പാവയ്ക്കോ പടവലങ്ങയോ എന്ത് സാധനമായാലും താഴ്ത്തിക്ക് പോവില്ലേ? അവൻ വലുതാണ്, പക്ഷേ ഇൻഫിനിറ്റി ആണ്. പക്ഷെ എവിടേക്കാ പോണേ? നെഗറ്റീവ് സൈഡിലേക്കാ പോണേ. മനസ്സിലായി? അപ്പൊ ഇത് പോസിറ്റീവ് ഇൻഫിനിറ്റി ഇരിക്കും. ഇങ്ങനെ പോകുന്നതാണെങ്കിൽ മക്കളെ, എന്ത് ഇൻഫിനിറ്റിയിലേക്കാ പോണേ? ഈ കർവ് പറയും, നെഗറ്റീവ് ഇൻഫിനിറ്റിയിലേക്കാ പോണേ. എക്സ് എയിലേക്ക് പോകും. ഇവിടെ തന്നെ എക്സ് എയിലേക്ക് പോകുമ്പോ ഫംഗ്ഷൻ വാല്യൂ ഇങ്ങനെ പോയാൽ അത് നെഗറ്റീവ് ഇൻഫിനിറ്റിയിലേക്കാണ് പോവുക. ഡെഫിനേഷൻ കുഴപ്പമില്ലല്ലോ? ഹലോ മക്കളെ, എന്തെങ്കിലും പറയണ്ട പിള്ളേര്? കുഴപ്പമില്ലല്ലോ? ക്ലിയർ ആണ്.
ക്ലിയർ ആണ്. ഇനി അസിംപ്റ്റോട്ടിനെ കുറിച്ച് പറയാനാണ്. ഇപ്പൊ ഇത് തന്നെയാണ് നമുക്ക് നോക്കിയ മക്കള്, ഈ ചങ്ങാതി ഒരു എക്സ് ഈക്വൽ ടു എ എന്ന് പറയുന്ന എക്സ് എയിലേക്ക് അടുക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ഒരു വര വരച്ചു. എക്സ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞ ഒരു വെർട്ടിക്കൽ ലൈൻ ആയിരിക്കില്ലേ മക്കളെ? ആ സർ. എക്സ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്ത് ലൈൻ ആയിരിക്കും? വെർട്ടിക്കൽ ലൈൻ ആയിരിക്കും. വൈ ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഹൊറിസോണ്ടൽ ലൈൻ. ഹൊറിസോണ്ടൽ ലൈൻ ആയി. അത് നമുക്കൊക്കെ അറിയാലോ. നമുക്കറിയാം എക്സ് ആക്സിസ് വൈ ആക്സിസ് പറഞ്ഞാൽ എക്സ് എപ്പോഴും 2 ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഈ ലൈനിൽ മുഴുവൻ എന്തായിരിക്കും? എക്സ് എന്തായിരിക്കും? 2 ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇതിനെ എന്തെന്ന് വിളിക്കും? എക്സ് ഈക്വൽ ടു 2 എന്ന് വിളിക്കും. ക്ലിയർ ആയ? ഈ പോയിന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ 2 0 കിട്ടും. ഇവിടെ ഒരു യൂണിറ്റ് മുകളിലേക്ക് പോയാൽ അത് എന്തായി? 2 1 ആവും അല്ലേ മക്കളെ? 2 മൈനസ് 1 ആയി. അപ്പൊ ഇതിന്റെ എക്സ് കോർഡിനേറ്റ് എപ്പോഴും എന്താ? 2 ആയിരിക്കും. 2 ആണ്. അതിനെയാണ് നമ്മൾ എന്ത് ലൈൻ എന്ന് പറയാ? വെർട്ടിക്കൽ ലൈൻ. എക്സ് ഈക്വൽ ടു 0 ആയാലോ അത് ആരായിട്ട് മാറി? വൈ ആക്സിസ് ആയിട്ട് മാറി. ഇതേപോലെ തന്നെ ഇനി എന്തിനും പറയാ, ഹൊറിസോണ്ടൽ ലൈൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? വൈ ഈക്വൽ ടു എന്തായിരിക്കണം? വൈ ഈക്വൽ ടു കെ അല്ലെങ്കിൽ 2 ആയില്ലെങ്കിൽ 2 യൂണിറ്റ് മുകളിൽ കയറിട്ട് ലൈൻ വരയ്ക്കാം. വൈ ഈക്വൽ ടു 3 ആണെങ്കിൽ 3 യൂണിറ്റ് മുകളിൽ കയറിട്ട് വരയ്ക്കാം. മനസ്സിലാവില്ലേ കുട്ടികൾ? വൈ ഈക്വൽ ടു 0 എന്നാലോ എക്സ് ആക്സിസ്. ഈ വക കാര്യങ്ങളെ കുറിച്ചൊക്കെ നല്ല ധാരണയില്ലേ നമുക്ക്? ഓക്കെ. എന്നിട്ട് ഞാൻ എക്സ് ഈക്വൽ ടു എ എന്ന് പറയുന്ന ഒരു സാധനം എടുത്തു, ഒരു ലൈൻ എടുത്തു. ഓക്കെ. ആ ലൈനിലും കർവ് ഇങ്ങനെ രണ്ട് വശത്തുനിന്നും വന്നിട്ട് അവൻ ഇങ്ങനെ പാമ്പ് പോലെ തൊട്ട് പോകുന്നു. എവിടെ അവർ മീറ്റ് ചെയ്യണ്ടോ? ഈ പാമ്പുകൾ എവിടെ മീറ്റ് ചെയ്യുന്നുണ്ട്? പാമ്പുകൾ മാത്രമല്ല, ആരാ അതിന്റെ മുട്ടണ? ഈ വടി, പാമ്പിനെ അടിക്കാൻ ഒരു വടി വെച്ചിട്ടില്ല ഇവിടെ? എവിടെ മുട്ടണത്? ഇൻഫിനിറ്റിയിൽ. അതായത് ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു എ, f of x is equal to plus infinity. Limit extends to a, f of x is equal to plus infinity or minus infinity or negative left side എന്തായാലും മതി. Extends to minus a or extends to a minus a plus. എന്ത് ലിമിറ്റ് അത്? ലെഫ്റ്റ് ലിമിറ്റ് ആൻഡ് റൈറ്റ് ലിമിറ്റ്. ഈ ചങ്ങാതിമാരിൽ ആരെങ്കിലും ഒരാള്, അപ്പൊ എന്തൊക്കെ വരാം? ലിമിറ്റ് അറ്റ് എക്സ് എ വരാം. പറയും മക്കളെ, ലിമിറ്റ് അറ്റ് എക്സ് എ വരാം. ആരൊക്കെ ആവാം? അത് പ്ലസ് ഇൻഫിനിറ്റി ആവാം, മൈനസ് ഇൻഫിനിറ്റി ആവാം. അല്ലെങ്കിൽ ലെഫ്റ്റ് ലിമിറ്റ് അറ്റ് എ പ്ലസ് ഇൻഫിനിറ്റി ആവാം, മൈനസ് ഇൻഫിനിറ്റി ആവാം. റൈറ്റ് ലിമിറ്റ് അറ്റ് എ പ്ലസ് ഇൻഫിനിറ്റി ആവാം, മൈനസ് ഇൻഫിനിറ്റി ആവാം. അങ്ങനെയുള്ള എല്ലാ സാഹചര്യങ്ങളും വരികയാണെങ്കിൽ ഈ എക്സ് ഈക്വൽ ടു എ എന്ന് പറയുന്നത് നമ്മുടെ അസിംപ്റ്റോട്ട് ആവും. അതിനെ നമ്മൾ എന്ത് അസിംപ്റ്റോട്ട് ആയിരിക്കും? എക്സ് ഈക്വൽ ടു എ എന്ന് പറയുന്നത് എന്ത് ലൈനാ മക്കളെ? വെർട്ടിക്കൽ asymptote. Therefore, we say that x equal to a is a vertical asymptote to the curve y equal to f of x. ഇതിന് വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് ആണ് x equal to a എന്ന് പറയണമെങ്കിൽ ലിമിറ്റ് x tends to a, f of x is equal to plus infinity or പറയുമ്പോൾ മൈനസ് ഇൻഫിനിറ്റി അല്ലെങ്കിൽ a മൈനസ് പറയും, അതായാലും മതി. പ്ലസ് ഇൻഫിനിറ്റി ഓർ മൈനസ് ഇൻഫിനിറ്റി ഓർ a പ്ലസ് എന്തായാ മതി? പ്ലസ് ഇൻഫിനിറ്റി ഓർ മൈനസ് ഇൻഫിനിറ്റി. അപ്പൊ 3 കാര്യങ്ങൾ സംഭവിച്ചു. അപ്പൊ നമുക്ക് ഭയങ്കര എളുപ്പമാണ് വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് കിട്ടാനായിട്ട്. ഒന്നില്ലെങ്കിൽ ലെഫ്റ്റ് ലിമിറ്റ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി ആവുക, അല്ലെങ്കിൽ റൈറ്റ് ലിമിറ്റ് പ്ലസ് ഇൻഫിനിറ്റി ആവുക മൈനസ് ഇൻഫിനിറ്റി ആവുക. കേൾക്കുന്നുണ്ടോ നിങ്ങള്? അതുപോലെ തന്നെ അല്ലെങ്കിൽ ലിമിറ്റ് എന്താവുക? പ്ലസ് ഇൻഫിനിറ്റി ആവുക അല്ലെങ്കിൽ മൈനസ് ഇൻഫിനിറ്റി ആവുക. അങ്ങനെയാണെങ്കിൽ എക്സ് ഈക്വൽ ടു എ എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിന്റെ എന്ത് അസിംപ്റ്റോട്ട് ആയിരിക്കും? വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് ആയിരിക്കും. Can you follow? Yes sir. Okay. അപ്പൊ ഈ ചങ്ങാതി എന്താ, ഇവിടെ നമ്മളൊന്നും കാണാണ്ട് എവിടെ ചെന്ന് മീറ്റ് ചെയ്യുന്നുണ്ട്? ഈ ലൈനും പിന്നെ കർവും കൂടി എവിടെ മീറ്റ് ചെയ്യുന്നുണ്ട്?
ഇൻഫിനിറ്റി. അസിംപ്ടോട്ട് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. ആരാണ് അസിംപ്ടോട്ട്? ആരാ? അത് ഒരു അത് straight line. ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. വിച്ച് കട്ട് ഓർ ടച്ച് ദ കർവ് അറ്റ് ഇൻഫിനിറ്റി, പ്ലസ് ഇൻഫിനിറ്റി ഓർ മൈനസ് ഇൻഫിനിറ്റി. അറ്റ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ മതി. അനന്തതയിൽ മുട്ടണു എന്ന് പറഞ്ഞുള്ളൂ. പിന്നെയല്ലേ നമ്മൾ കാറ്റഗറൈസ് ചെയ്യണേ. മനസ്സിലായോ? നമ്മളെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ ഇവിടെ സ്പെസിഫിക് ആയിട്ട് പറയുമ്പോൾ നമുക്ക് എന്തെന്ന് പറയണം? അത് പ്ലസ് ഇൻഫിനിറ്റി ആയിക്കോട്ടെ, മൈനസ് ഇൻഫിനിറ്റി ആയിക്കോട്ടെ. കിട്ടുന്നുണ്ടോ മക്കൾക്ക്? ഉദാഹരണത്തിന് 1/x-1. ഈ ചങ്ങാതി ഇൻഫിനിറ്റി ആവണ സ്ഥലം നിങ്ങൾക്ക് പെട്ടെന്നൊന്ന് പറയാൻ പറ്റുമോ? വേം പറയും. 1 അപ്പൊ ഇവിടെ ലിമിറ്റ് x ടെൻസ് ടു 1 ആയാൽ ഇതിന്റെ വാല്യൂ ഇൻഫിനിറ്റി അല്ലേ? അപ്പൊ ഇയാളുടെ ഒരു വെർട്ടിക്കൽ അസിംപ്ടോട്ട് എന്ന് പറയുന്നത് ആരാ? 1 ആണ്. x is equal to 1 ആണ്. Can you follow? Yes, sir. Yes, sir. ഇത്രയുള്ളോ? ക്ലിയർ ആയുള്ളരെ? സർ. നമുക്ക് ഏത് ഓപ്ഷനും കിട്ടിയാൽ മതി. ഇപ്പൊ നമ്മള് ലിമിറ്റിന്റെ ഓപ്ഷൻ എടുത്തു. ഇവൻ x 1ന്റെ അടുത്തേക്ക് അടുക്കുന്നതോടെ ഇത് 0ലേക്ക് പോയില്ലേ മക്കളെ? ഹലോ, 0ലേക്ക് പോകും. അപ്പൊ ഈ കോഷ്യന്റ് എന്തായിട്ട് മാറും? വലുതാവും. ഡിനോമിനേറ്റർ ചെറുതാവുമ്പോ നമ്പർ വലുതാവും. എന്നിട്ട് എവിടേക്ക് പോവത്? ഇൻഫിനിറ്റിയിലേക്ക് പോകും. ഇവിടെ രണ്ട് ഓപ്ഷൻ വരുന്നുണ്ട്. x 1 ആണ്, x = 1 ആണ്. അതിന്റെ ലെഫ്റ്റും വരും, റൈറ്റും വരും. അപ്പൊ ലെഫ്റ്റ് ലിമിറ്റിനെ പറ്റി ഒന്ന് അനലൈസ് ചെയ്ത് നമുക്ക് ആവശ്യം ഉണ്ടാവാം. x ടെൻസ് ടു 1 മൈനസ് ലെഫ്റ്റ് ലിമിറ്റിനെ പറ്റി ഒന്ന് പറയാം. അതായത് x 1ലേക്ക് വരുന്നത് 1ന്റെ ഏത് സൈഡിൽ നിന്നാണ്? ലെഫ്റ്റ് സൈഡിൽ നിന്നാണ്. അവിടെയുള്ള ഒരു വാല്യൂ പറഞ്ഞ 1ന്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഒരു വാല്യൂ പറഞ്ഞ 0.9. മക്കളെ, 1ന്റെ ലെഫ്റ്റിലുള്ള ഒരു വാല്യൂ പറഞ്ഞ 0.9 കൊടുത്തു. 0.9 കൊടുത്തപ്പോൾ എന്താ കിട്ടുക? ഇവിടെ 1 ഡിവൈഡഡ് ബൈ 0.9 മൈനസ് 1. Can you follow? ഇത് എത്രയാ വരിക? വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താ? 1 ഡിവൈഡഡ് ബൈ മൈനസ് 0.1 അല്ലെ? എവിടെയാ? ആണോ? അതെ സർ. മുകളിലെ ഇടയിലും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് മൈനസ് കൊടുത്ത് മൈനസ് 10 എന്ന് കിട്ടുമത്. അല്ലേ? മൈനസ് 10 കിട്ടില്ലേ കുട്ടികളെ? കിട്ടും. നമ്മള് 0.99 കൊടുത്താലോ? നിങ്ങൾ ഡിഫറൻസ് കാണുമ്പോ എത്ര കിട്ടുക? 0.01. റൈറ്റ്? വിത്ത് നെഗറ്റീവ് സൈൻ. ആണോ? അതിന്റെ റെസിപ്രോക്കൽ കാണുമ്പോ എന്തുണ്ടാവും? -100. ഇനി 0.999 കൊടുത്താൽ പറയാൻ പറ്റും. -1000. 0.9999 എണ്ണം കൂട്ടുമ്പോ 4ആവുമ്പോ -10,000 അല്ലേ? അപ്പൊ അത് ന്യൂമറിക്കലി അതിന്റെ വാല്യൂ കൂടുന്നുണ്ട്. പക്ഷെ എന്ത് കൂടെ ഉണ്ട്? അതിന്റെ കൂടെ എപ്പോഴും നെഗറ്റീവ് ഉണ്ട്. അപ്പൊ ഇത് എന്തിലേക്കാ പോവാ? ലെഫ്റ്റിൽ വരുമ്പോ അത് എന്തിലേക്കാ പോവാ? ഏത് ഇൻഫിനിറ്റിയിലേക്ക് പോവാ? മൈനസ് ഇൻഫിനിറ്റി. Can you follow? Yes, sir. ഇതിന്റെ റൈറ്റിൽ നിന്ന് വരുമ്പോഴോ പ്ലസ് ഇൻഫിനിറ്റിയിലേക്ക് പോവാ. എനിവേ ലെഫ്റ്റ് ലിമിറ്റ് നെഗറ്റീവ് ഇൻഫിനിറ്റിയിലേക്കും റൈറ്റ് ലിമിറ്റ് എവിടേക്കാ പോണേ? പോസിറ്റീവ് ഇൻഫിനിറ്റിയിലേക്കാ പോണേ. അപ്പൊ ലിമിറ്റും എവിടേക്ക് തന്നെയാ പോണേ? ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ലെഫ്റ്റും റൈറ്റേ പറയാൻ പറ്റുള്ളൂ. കാരണം ഒരെണ്ണം നെഗറ്റീവ് ഇൻഫിനിറ്റി, ഒരെണ്ണം എന്താ പറഞ്ഞേ? പറയും. പോസിറ്റീവ് ഇൻഫിനിറ്റി ആണ്. അപ്പൊ രണ്ടും ഈക്വൽ അല്ലാത്തതുകൊണ്ട് നമുക്ക് ലിമിറ്റ് എന്ന് പറയാൻ പറ്റില്ല. അവിടെ കേൾക്കണ്ടോ? പറയാൻ പറ്റുന്നുണ്ടോ? മനസ്സിലായില്ലേ? എന്റെ ബുദ്ധിമുട്ട് മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ എഴുതി വെക്കുക. ലെഫ്റ്റ് സൈഡിൽ കൂടെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താ മക്കളെ? ലിമിറ്റ് x ടെൻസ് ടു 1 മൈനസ് f of x is equal to negative infinity and the limit x tends to 1 plus f of x is equal to എത്ര കിട്ടണേ? Positive infinity. ഇനി ലിമിറ്റും ഏതെങ്കിലും ഒരു ഇൻഫിനിറ്റി പ്ലസോ മൈനസോ വന്നാലും എന്ത് തന്നെയാണ്? അപ്പൊ ആരാണ് മക്കളെ ഇവിടെ? x equal to പറയൂ മക്കളെ. x equal to 1. 1 is a infinity. എന്താ സിംപ്ലോട്ടാണ്?
Vertical asymptote. വെർട്ടിക്കൽ അസിംപ്റ്റോട്ട്. എന്തെങ്കിലും പോരാത്തത് ക്വസ്റ്റ്യൻ ബാങ്കിൽ ഉണ്ട് കുട്ടികളെ. എനിക്കാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഉണ്ടെന്ന് എനിക്കാണേ. പിടി കിട്ടിയോ? Sir. Kitty kitty. കിട്ടി കിട്ടി കിട്ടി. ചിലപ്പോ അതിന്റെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ചോദിക്കാം. അതന്നെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. എന്ത് ലിമിറ്റ് കാണണം? ലെഫ്റ്റ് ലിമിറ്റ് എന്തായിട്ട് കിട്ടി മക്കൾക്ക്? Minus infinity ആയിട്ട് കിട്ടി. അത് മനസ്സിലായില്ലേ ചെയ്യണത്? Sir. അതുപോലെ തന്നെ റൈറ്റ് ലിമിറ്റ് എന്ത് കിട്ടി? Plus infinity കിട്ടി. പ്ലസ് ഇൻഫിനിറ്റി. ഓക്കെ, അപ്പൊ ഇവിടെ ഇതാണ് നമ്മുടെ താരം. എക്സ് ഈക്വൽ ടു 1/x-1 ആണ് താരം. അതിന്റെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് 1/x-1 ഈക്വൽ ടു പ്ലസ് ഇൻഫിനിറ്റി. Therefore, x equal to 1 is a vertical asymptote. Can you follow? Yes, sir. മക്കളെ, ഇനി ഇത് നമ്മള് സാധാരണ എക്സ് വൈ ഈക്വൽ ടു 1 അല്ലെങ്കിൽ എക്സ് വൈ ഈക്വൽ ടു സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതൊരു ഹൈപ്പർബോളയാണ്. നമ്മൾ നോക്കേണ്ടത് ഇങ്ങനെ വരുന്ന ഒരു ഹൈപ്പർബോളയാണ് വരിക. ഹൈപ്പർബോള എങ്ങനെയാണ്? എക്സ് വൈ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ നോക്കിയാൽ കുട്ടികൾ നോക്കിയേ, എക്സും വൈയും പോസിറ്റീവ് ആയാൽ സാധ്യതയുണ്ട് അല്ലെ? 1 അല്ലേ പിള്ളേരെ? Sir. നോക്കൂ, 1 ആണ്. എക്സും വൈയും പോസിറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ എക്സ് വൈ പോസിറ്റീവ് ആയിക്കൊള്ളൂ. അത് 1 അല്ലേ വരുന്നത്? Sir. അപ്പൊ അത് ഏത് ക്വാഡ്രന്റിൽ വരാം? ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരാം. എക്സും വൈയും അവിടെ എന്താ? എക്സും വൈ എന്താ? Positive ആണ്. പോസിറ്റീവ് ആണ്. ഇനി വരാൻ സാധ്യതയുള്ളത് എവിടെയാ മക്കളെ? രണ്ടും നെഗറ്റീവ്. തേർഡ് ക്വാഡ്രന്റ്. രണ്ടും നെഗറ്റീവ് വരുന്നത്. അത് ഏത് ക്വാഡ്രന്റാ? തേർഡ് ക്വാഡ്രന്റ്. തേർഡ് ക്വാഡ്രന്റ് ആണ്. അപ്പൊ ഇതിന്റെ പടം എക്സ് വൈ ഈക്വൽ ടു 1 എന്ന് പറയുന്നത് നമുക്ക് വരച്ചു നോക്കാൻ ഭയങ്കര എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി? എക്സിനെ 1 കൊടുത്ത് നോക്കിയാൽ മക്കള് വൈക്ക് 1 കിട്ടില്ലേ? അപ്പൊ ഈ പോയിന്റ് കിട്ടും, 1 1 കിട്ടും. ശ്രദ്ധിക്കേണ്ട കുട്ടിയെ. Sir. ശ്രദ്ധിക്കുന്നുണ്ട്. ഇനി നമ്മള് എക്സിന് 1/2 കൊടുത്ത് നോക്കിയോള്, എക്സിന് 1/2 കൊടുത്ത വൈക്ക് 2 കിട്ടില്ലേ? കിട്ടും കിട്ടും. 1/2 ഇൻറ്റു 2 അല്ലേ 1 എന്ന് പറയുന്നത്? അപ്പൊ വൈ എത്രയാ? 2 അല്ലേ? 2 ആണ്. അപ്പൊ നമുക്ക് എനിക്ക് നോക്കിയേ, ഇതാണ് നമ്മുടെ 1 എന്ന് പറയുന്ന എക്സ് വാല്യൂ. എക്സ് വാല്യൂ ഇങ്ങോട്ട് പോരും തോറും കർവ് മുകളിലേക്ക് പോവല്ലേ, കൂടിയല്ലേ ചെയ്യണം? വൈ വാല്യൂ എന്ത് ചെയ്തോണ്ടിരിക്കുക? വലുതായിക്കൊണ്ടിരിക്കും. ഇവിടെ നമ്മൾ എത്ര കൊടുത്ത? 1/2 കൊടുത്തു. ഇനി ആരാ 1/3 കൊടുത്ത മക്കൾ എന്താ ഉണ്ടാവുക? വാല്യൂ വൈയുടെ വാല്യൂ 3 ആവില്ലേ? കുറച്ചും കൂടി വലുതായി 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 ഇങ്ങനെ 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 പോയിക്കൊണ്ടേയിരിക്കും. കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ് 1നേക്കാൾ കൂടുതൽ പോയാൽ എന്തുണ്ടാവും? 2 പോയാൽ നമ്മളെ 2 പോയാൽ 2y ഈക്വൽ ടു 1. അപ്പൊ y ഈക്വൽ ടു 1/2 എന്നാവില്ലേ? ചെറുതാവും. അപ്പൊ ചെറുതാവുക ചെയ്യണം. അപ്പൊ എന്താ ചെയ്യാ? y ചെറുതാവുക എന്ന് പറഞ്ഞാൽ അത് ആരുടെ അടുത്തേക്ക് അടുക്കുക എന്ന് പറയുന്നത്? എക്സ് ആക്സിസിന്റെ അടുത്തേക്ക് അടുക്കുകയാണ്. അങ്ങനെയാണ് ഈ പടം ഉണ്ടായത്. മനസ്സിലായ? സർ. ഇതേപോലെ തന്നെ ഇവിടെ ഉണ്ടായ പോലെ തന്നെ ഏത് ക്വാഡ്രന്റിലും ഉണ്ടാവും നമുക്ക്? തേർഡ് ക്വാഡ്രന്റിലും ഉണ്ടാവും. തേർഡ് ക്വാഡ്രന്റിൽ പടം. ഇത് എക്സ് വൈ ഈക്വൽ ടു 1 ആണ്. കിട്ടുന്നുണ്ടോ കുട്ടികൾക്ക്? സർ. ഇനി ഇവിടെ വരുന്നത് എന്താ? ഇതിൽ ഞാൻ y ഈക്വൽ ടു 1/x-1 എന്ന് പറഞ്ഞാൽ x മൈനസ് 1 ഇൻറ്റു y ഈക്വൽ ടു 1 എന്നല്ലേ കുട്ടാ? അതെ. എക്സിന്റെ സ്ഥാനത്ത് എന്ത് വന്നു നമുക്ക്? x-1 വന്നു. x-1 വന്നു. ഇതിന് എക്സ് വൈ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഹൈപ്പർബോള പറയുമ്പോൾ അതിന്റെ ആക്സിസ് എന്ന് പറഞ്ഞാൽ x ഈക്വൽ ടു 0, അതായത് y ആക്സിസ്, y ഈക്വൽ ടു 0 അതായത് x ആക്സിസ്. ഇതാണ് ആ ഹൈപ്പർബോളയുടെ എന്ത്? ആക്സസ്. കിട്ടുന്നുണ്ടോ മക്കളെ? കിട്ടുന്നുണ്ട്. അപ്പൊ ഇവിടെ x-1 ഇൻറ്റു y ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ആരാ ഇവിടുത്തെ ആക്സിസ് വരെ? x-1 ഈക്വൽ ടു 0 ഒരു ആക്സിസ് ആയിരിക്കും. അതാരായിരിക്കും? x ഈക്വൽ ടു 1 ആയിരിക്കില്ലേ? മറ്റത് y ഈക്വൽ ടു ആരാ? 0 തന്നെ. അപ്പൊ നമുക്ക് ആക്സിസ് ഏതാ? x ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ഒരു വെർട്ടിക്കൽ ലൈൻ ആണ്. y ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാ? x ആക്സിസ് ആണ്. ഓക്കെ. അപ്പൊ ഈ പടം തന്നെയാണ് ആക്സിസ് ഒന്നൊരു ഷിഫ്റ്റ് ആവില്ലേ? ആക്സിസ് ഷിഫ്റ്റ് ആവുമ്പോ എക്സ് ഏതാ ഒരു പുതിയ ആക്സിസ് വരുന്ന x ഈക്വൽ ടു 1 പിന്നെ ആരാ? y ഈക്വൽ ടു 0. ഇതായിരിക്കും അതിന്റെ പിന്നെ പുതിയ ആക്സിസ്. ക്ലിയർ ആയോ നമ്മളെ? ക്ലിയർ ആയി. എന്നിട്ടാണ് നമ്മൾ ഇവിടെയാണ് ആ പടം വരുന്നത്. ഇവിടെ ആക്സിസ് പൊസിഷൻ മാറി. Can you follow? Yes, sir.
ഒരു യൂണിറ്റ് ഇതായിരുന്നു നമ്മുടെ ഒറിജിൻ 0 ഇതായിരുന്നു, മനസ്സിലായോ? അത് ആ, മാറിയിട്ട് സർ. അങ്ങനെയായിട്ട് മാറി 1 0 ആയിരിക്കും പുതിയ ഒറിജിൻ. ഓക്കെ. ഓക്കെ, അപ്പൊ ഇതേപോലത്തെ പടം ഇതുപോലത്തെ തന്നെ, പക്ഷെ ആക്സിസ് ഒന്ന് മാറി ചേഞ്ച് ആയി. ചേഞ്ച് ആയിട്ട്. ഓക്കെ, അപ്പൊ XY = 1 ആണെങ്കിൽ മക്കളെ Y = 1/x അല്ലേ? അതെ. ആ, ഇതിന്റെ എന്തായിരിക്കും അസിംപ്റ്റോട്ട്? നേരത്തെ Y = 1/x-1 ആണ്. ഇവിടെ ഇൻഫിനിറ്റി വരുന്നത് X = എന്ത് കൊടുക്കുമ്പോഴാ? 1 കൊടുക്കുമ്പോ. 1 കൊടുക്കുമ്പോ. ഇവിടെയോ 0 കൊടുക്കുമ്പോ. 0 കൊടുക്കുമ്പോ. അപ്പൊ അത് 0ന്റെ ലെഫ്റ്റ് ലിമിറ്റ് കൊടുത്താൽ എന്തായിരിക്കും? എന്ത് ഇൻഫിനിറ്റി ആയിരിക്കും? മൈനസ് ഇൻഫിനിറ്റി അല്ലേ? മൈനസ് ഇൻഫിനിറ്റി ആയിരിക്കും. റൈറ്റ് ലിമിറ്റ് കൊടുത്താലോ? പ്ലസ് ഇൻഫിനിറ്റി ആയിരിക്കും. പ്ലസ് ഇൻഫിനിറ്റി. അപ്പൊ ആരാ വെർട്ടിക്കൽ അസിംപ്റ്റോട്ട്? ആരാ? 0 ആണ്. x = 0 എന്ന് പറയാം. എന്തെന്ന് പറയണം? x = 0 എന്ന് പറയണം. X = 0 is the vertical asymptote. Can you follow this one? യെസ് സർ. ഇത് മനസ്സിലാക്കുമ്പോൾ 1/x-2 നമ്മൾ പറഞ്ഞു നോക്കിയേ. x = 2 ആയിരിക്കും. 2 is the പരിപാടി കഴിഞ്ഞു. is the vertical asymptote. vertical asymptote. അപ്പൊ അത് പ്ലസും മൈനസും ഒക്കെ എഴുതി പറഞ്ഞു വെക്കുക. ക്ലിയർ ആയോ മോളെ? ആ സർ. എല്ലാവരും ഫോളോ ചെയ്യില്ലേ? ഇനി പരീക്ഷയ്ക്ക് പോയി എഴുതല്ലേ വേണ്ടു? അപ്പോ അസിംപ്റ്റോട്ടിന്റെ ഡെഫിനിഷൻ എന്താ പറഞ്ഞാൽ? x = a അസിംപ്റ്റോട്ട് ആവണമെങ്കിൽ ലിമിറ്റ് x ടെൻഡ്സ് ടു a പ്ലസ് ഓർ a മൈനസ് fx = ആരായിരിക്കണം? പ്ലസ് ഓർ മൈനസ് ഇൻഫിനിറ്റി. ഇത് ഒന്നുമില്ലാണ്ട് ലിമിറ്റും എന്തായാ മതി? പ്ലസ് ഓർ മൈനസ് ഇൻഫിനിറ്റി ആയിട്ടുണ്ടെങ്കിൽ എന്തായി? x = a ആരായി? is a vertical asymptote. vertical asymptote. Can you follow? യെസ് സർ. യെസ് സർ. അടുത്തത് പറയാം. Find the vertical asymptote of question bank. fx = x divided by x² minus x minus 2. ഇതാണ് നമ്മുടെ താരം. മക്കള് കണ്ടോ? ആ സർ, കണ്ടു. ഇനി അപ്പോ അസിംപ്റ്റോട്ടിന്റെ കാര്യം വരുമ്പോ മക്കളെ ഇത് ഇമ്പോർട്ടന്റ് ആണ് ട്ടാ. അസിംപ്റ്റോട്ടിന്റെ കാര്യം വരുമ്പോ നിങ്ങൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഡിനോമിനേറ്റർ എപ്പോഴാണ് 0 ആവണമെന്ന് ശ്രദ്ധിച്ചാൽ മതി. ശ്രദ്ധിക്കണ്ടോ ഞാൻ പറഞ്ഞത്? ക്ലിയർ ആയി. ഡിനോമിനേറ്റർ എപ്പോഴാണ് 0 ആവാം? 0 ആവണേ ശ്രദ്ധിച്ചാൽ മതി. അതിന് നമുക്ക് ഇവിടെ ഫാക്ടറൈസേഷൻ അങ്ങനെ പറ്റുമോ നോക്കി നമുക്ക്. ആ 0 കണ്ടുപിടിക്കാനല്ലേ എളുപ്പം. -2 + 1. അപ്പൊ എന്താ ചെയ്യുക? x - 2 ഇൻറ്റു എന്താ വരിക? x + 1 കറക്റ്റ് ആവൂ? ആവില്ലേ? പോലോ x - 2 ഇൻറ്റു x + 1 ശരിയല്ലേ? മൾട്ടിപ്ലൈ ചെയ്യുമ്പോ -2 ശരി. ആഡ് ചെയ്യുമ്പോ എന്താ വരിക? -2 + 1 വളരെ ശരിയാണ് അല്ലേ? അപ്പൊ നമ്മൾ ഉടനടി ഈ ലൈനിനെ എടുത്ത് മുറിക്കാറില്ലേ? പഴം മുറിക്കാറില്ലേ? ഏതൊക്കെ പോയിന്റിലാണ് മുറിക്കേണ്ട? 0 ആണെന്ന് x = 2ലും x = -1. അപ്പൊ ഇവിടെ -1 കിട്ടി, ഇവിടെ 2 എന്ന് പറയുന്ന പോയിന്റ് കിട്ടി അല്ലേ മക്കളെ? ഹലോ മക്കളെ. എന്നിട്ട് നമുക്ക് ഈ അപ്പൊ -1ഉം 2ലാണ് നമുക്ക് കുഴപ്പമുള്ള പോയിന്റ്. ഉടനടി ഞാൻ എഴുതി വെക്കാറുണ്ട് സാധാരണ x = 2 ആണ് ഒരു വെർട്ടിക്കൽ അസിംപ്റ്റോട്ട്, x = -1 ആണ് അടുത്ത വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് എന്ന് പറഞ്ഞ് പരിപാടി അവസാനിപ്പിച്ച് ക്ലോസ് ചെയ്ത് പോകും. പക്ഷെ നമുക്ക് അത് മാർക്ക് കിട്ടണമെങ്കിൽ അത് വെടുപ്പിനൊന്നും പറയണ്ടേ മോളെ? അപ്പൊ ഇവിടെ ലിമിറ്റ് x ടെൻഡ്സ് ടു ആരാ വേണ്ടത്? 2 മൈനസ് fx പറഞ്ഞാൽ x divided by x - 2 into x + 2. ഇതിന്റെ ചിഹ്നം എന്ന് പറയാം x + 1. ഇതിന്റെ ചിഹ്നം പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് മക്കളെ. x 2ലേക്കാണ് പോകുന്നത്. അപ്പൊ ഇത് 2 മൈനസ് എന്ന് പറഞ്ഞാൽ 2നേക്കാൾ കുറവ് നമ്പറാ. 2നേക്കാൾ കുറവ് നമ്പർ ഏതാ നമ്പർ എന്ന് പറയും? 1 എടുക്കാം. 1 എടുക്കാം. ഇതിന്റെ ചിഹ്നം എങ്ങനെയാവുന്ന നോക്കി പറഞ്ഞ മോള് പോസിറ്റീവ് അല്ലെ? ഇത് പോസിറ്റീവ്, ഇതോ നെഗറ്റീവ് ആവും. ഇതോ ഇത് പോസിറ്റീവ് ആവും. നെഗറ്റീവ് വരും. നെഗറ്റീവ് വരും. നെഗറ്റീവ് ആവും. അപ്പൊ എന്ത് ഇൻഫിനിറ്റി ആവുന്നത്?
മൈനസ് ഇൻഫിനിറ്റി ആവും. മൈനസ് ഇൻഫിനിറ്റി. അത് നിങ്ങൾ അസസ് ചെയ്തോളില്ലേ. ആ സർ. ഓക്കെ, അപ്പൊ ഇവിടെ ലെഫ്റ്റ് ലിമിറ്റ് കിട്ടി കഴിഞ്ഞു. -2ലേക്ക് അല്ല 2ലേക്ക് പോകുമ്പോ അത് നെഗറ്റീവ് ഇൻഫിനിറ്റി. 2 പ്ലസ് ആയി വരുമ്പോൾ 2 പ്ലസ് ആയ 2 പ്ലസ് അടിക്കും വാല്യൂ കൊടുക്കും 3 പ്ലസ് കൊടുക്കാം. ഇൻഫിനിറ്റി ആവും. 3 കൊടുക്കാം അല്ലെ. 3 ഇവിടെ 3 - 2 പോസിറ്റീവ്, 3 + 1 പോസിറ്റീവ്, പ്ലസ് ഇൻഫിനിറ്റി ആയി. ക്ലിയർ ആയോ? ആ സർ. അപ്പൊ ഒരു തീരുമാനമായി എന്ത്? x = 2 ഈസ് എ വെർട്ടിക്കൽ അസിംപ്റ്റോട്ട്. വെർട്ടിക്കൽ അസിംപ്റ്റോട്ട്. ഇനി അടുത്ത ചങ്ങാതി ഒന്ന് പറഞ്ഞത് എനിക്ക് ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു -1 മൈനസ് അല്ലെ. -1 മൈനസ് വന്നാൽ എന്താ ഉണ്ടാവുക? ഇതാണ് നമ്മുടെ താരം. ഇതാണ് -1 മൈനസ്. അതായത് -1ന്റെ ലെഫ്റ്റ് സൈഡിൽ പോകണം. പറഞ്ഞോ, പോയിന്റ് എടുക്ക്. -2 കൊടുക്കണം. -2 നീ കൊടുത്തേ. എത്ര കിട്ടിയ അവിടെ? ഇത് മൈനസ് ആവും അല്ലെ. ഇത് -2 ഇതും മൈനസ് ആവും. ഇതോ അടിയിലും അതും മൈനസ് ആവും. മൈനസ് ആവും. മൊത്തത്തില് 3 മൈനസ് വരില്ലേ? അപ്പൊ മൊത്തത്തില് മൈനസ് വരില്ലേ? അപ്പൊ എന്ത് ഇൻഫിനിറ്റിയാ വരിക? മൈനസ് ഇൻഫിനിറ്റിയാ വരിക. മൈനസ് ഇൻഫിനിറ്റി. പിന്നെ അടുത്ത കേസിൽ എന്ത് വരുന്നുണ്ടാവും? ഇപ്പഴത്തേക്ക് വരുമ്പോ ആലോചിച്ച് നോക്കിയേ. 1 കൊടുത്തിരിക്കുക പോസിറ്റീവ്, ഇവിടെ കൊടുത്താൽ നെഗറ്റീവ് അല്ലെ പിള്ളേരെ? അല്ല 0 കൊടുക്കുക. 0 കൊടുത്താൽ എന്താ കിട്ടുക? 0 കൊടുക്കണ്ട. -1 ചേർത്ത് കൊടുക്കുമ്പോ ഏതാ? 0 കൊടുത്താൽ 0 കിട്ടില്ലേ? 0 കൊടുത്താൽ 0 അത് പണിയോ? ഓക്കെ. -1ന്റെ റൈറ്റ് സൈഡിൽ തൊട്ടടുത്തൊരു പോയിന്റ് എടുക്കണമെന്നാ പറയാ. നൈബർഹുഡ് എടുക്കണമെന്നാ പറയാ. നമ്മൾ നേരത്തെ ചെയ്ത ആ ഇന്റർവെലിനകത്ത് ആരെങ്കിലും എടുക്കാറ് പതിവ് അല്ലേ വളരെ? ഇത് അയാളുടെ അയൽപ്പക്കത്തു നിന്നുള്ള ആളെടുക്കണം. മനസ്സിലായ? ആരെ എടുക്കണം? -0.9 എടുക്കാം. -0.9 എടുക്കാം. ശരിയാണ്. -0.9 എടുത്താൽ ഇത് എന്തായി? നെഗറ്റീവായി അല്ലേ? അടിയിലത്തെ മൈനസ് അത് നെഗറ്റീവ്. ഇതോ അത് പ്ലസ് ആവും. ഇത് പ്ലസ് ആവും. അപ്പൊ മൊത്തത്തിൽ എന്താവും? പ്ലസ് ആവും. അപ്പൊ എന്ത് ഇൻഫിനിറ്റി ആവും? പ്ലസ് ഇൻഫിനിറ്റി ആവും. അപ്പൊ എന്തായാലും ഇൻഫിനിറ്റി വരുന്നുണ്ടല്ലോ. അതെ. അപ്പൊ എനിവേ അപ്പൊ ഏതൊക്കെയാ? ആരൊക്കെയാ? x = -1 ഉം x = 2 ആണ് വെർട്ടിക്കൽ അസിംപ്റ്റോട്സ്. കാര്യങ്ങൾ തീരുമാനമായ. അപ്പൊ എന്ത് നോക്കിയാൽ മതി? ആ താഴ്ത്ത് കിടക്കണ ആളാണ് വൃത്തികേട് ഉണ്ടാക്കണത് അല്ലേ? അതെ. അത് കൃത്യമായിട്ട്. അപ്പൊ മക്കൾ അതിന്റെ രണ്ടിന്റെയും റൈറ്റും കാണണം, ലെഫ്റ്റും കാണണം. എന്നിട്ട് -ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി ഒക്കെ ഇൻഫിനിറ്റി അല്ലെന്ന് ഉറപ്പ് വരുത്തുക കേട്ടാ. ചെയ്തോളൂ. ക്വസ്റ്റ്യൻ എഴുതിയോ? ഫൈൻഡ് ദ വെർട്ടിക്കൽ അസിംപ്റ്റോട്സ് എഴുതിയോ? x/, ഒന്ന് വായിച്ച മോളെ. x/, x². -2 ചെയ്യാൻ പറ്റുമോ കുട്ടിയെ? എന്താ ചെയ്യാൻ പറ്റും? ഓക്കെ. ഇനി നമുക്ക് നമ്മള് നേരത്തെ ചെയ്തത് x aയിലേക്ക് പോകുമ്പോ fxന്റെ വാല്യൂ ഇൻഫിനിറ്റി ആവുന്നതായിരുന്നു. x → a f(x) = ഇൻഫിനിറ്റി. അത് ഉപയോഗിച്ചിട്ട് നമ്മളിപ്പോ ഏത് അസിംപ്റ്റോട്ട് കണ്ടുപിടിച്ചു മോളെ? വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് കണ്ടുപിടിച്ചു. എപ്പോഴും ഇങ്ങനെ അസിംപ്റ്റോട്ട് ഇങ്ങനെ നിലയ്ക്ക് ഇങ്ങനെ നിൽക്കുകയാണോ ചെയ്യാ? അല്ലല്ലോ. അയാളൊന്ന് ഹൊറിസോണ്ടൽ ആയിക്കൂടെ? അതിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു പടം ഒന്ന് മാറ്റി പിടിക്കുകയാണ്. എന്ത് ചെയ്യാൻ പോവാ? പടം ഒന്ന് മാറ്റി പിടിക്കാൻ പോവാണ്. എന്താ വെച്ചാല് ഈ പൊസിഷൻ അങ്ങോട്ട് ഇങ്ങോട്ട് ഒന്ന് മാറ്റുക സാറ്. എന്താ വെച്ചാൽ ലിമിറ്റ് x → ഇൻഫിനിറ്റി ആക്കുകയാണ്. ലിമിറ്റ് x → ഇൻഫിനിറ്റി f(x) = ഒരു ഫൈനൈറ്റ് വാല്യൂ അല്ല. പറഞ്ഞേ. ലിമിറ്റ് x → ഇൻഫിനിറ്റി f(x) = L. ഇവിടെ എന്തായിരുന്നു? x =a ഫംഗ്ഷൻ ഇൻഫിനിറ്റ് ലിമിറ്റ് ആയിരുന്നു. ഇത് ലിമിറ്റഡ് എന്തെന്ന് വിളിക്കാം? x → ഇൻഫിനിറ്റി. ലിമിറ്റഡ് എന്തെന്ന് വിളിക്കാം? ഇൻഫിനിറ്റി. Can you follow? Yes sir. നേരത്തെ ഉണ്ടായിരുന്നത് ഇൻഫിനിറ്റ് ലിമിറ്റ് ആയിരുന്നു. എന്തായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്? ഇൻഫിനിറ്റ് ലിമിറ്റ് ആയിരുന്നു. ഇവിടെയോ? ഇവിടെ ലിമിറ്റ് ഇൻഫിനിറ്റി.
at limit at infinity. infinity. ഇതാരാ ലിമിറ്റ് എന്താവുന്നതാണ്? Infinity limit. ഇൻഫിനിറ്റ് ലിമിറ്റ്. ഇതാ ഇവിടെ limit at infinity. ഇൻഫിനിറ്റി. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ വെച്ചാല് എക്സ് നമ്മൾ വിചാരിച്ചേക്കാളൊക്കെ വലുതായി പോയാലും ഫംഗ്ഷൻ വാല്യൂ എന്തായിട്ട് വരണം? ഒരു ഫൈനൈറ്റ് വാല്യൂ ആയിട്ട് വരണം. ക്ലിയർ ആയോ? ഫംഗ്ഷൻ വാല്യൂ എന്തായിട്ട് വരണം? ഒരു finite value ആയിട്ട് വരണം. ഫൈനൈറ്റ് വാല്യൂ ആയിട്ട് വരും. നമുക്ക് നോക്കുകയാണെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1/x എന്ന് നോക്കിയാൽ നിങ്ങൾ എങ്ങനെയാ കിട്ടുക? 1/infinity 0 ആയിരിക്കും. 0 ആയിട്ട് വരും അല്ലേ കുട്ടി? അതിന്റെ റീസണിങ് എന്താ? എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോവാന്ന് പറഞ്ഞാൽ അതിന്റെ ഡിനോമിനേറ്റർ ഇങ്ങനെ ബലൂൺ വീർക്കണ മാതിരി വീർക്കാണ് അല്ലേ? ഹലോ അല്ലേ? ഉദാഹരണത്തിന് ഇങ്ങനത്തെ ഒരാൾ 1/2 1/1 1/2 1/3 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആള് 1/4 ഇങ്ങനെ ഒരാൾ പോയിക്കൊണ്ടിരിക്കുക. എന്നിട്ട് എന്താ അവിടെ ആദ്യത്തെക്കാളും ചെറുതല്ലേ രണ്ടാമത്തെ? അതൊക്കെ ചെറുതല്ലേ പിന്നത്തെ? അല്ലേ പിള്ളേരെ? ഡിനോമിനേറ്റർ വലുതായിക്കൊണ്ടേയിരിക്കണം. അപ്പൊ നമ്പർ ശുഷ്കിച്ചുകൊണ്ടിരിക്കല്ലേ? ഉദാഹരണത്തിന് അല്ലെങ്കിൽ ഇങ്ങനെ പറയാം 1/10 1/100 കുട്ടിയല്ലേ? 1/1000 ഇങ്ങനെ പോവല്ലേ? എത്ര? 0.1 0.01 0.001 പിന്നെ എന്തായിരിക്കും 0.001 കുട്ടികളെ കേൾക്കണ്ടോ നിങ്ങള്? അപ്പൊ ഇവിടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അത് എവിടേക്കാ പോണേ? ആ വാല്യൂ ആരുടെ അടുത്തേക്കാ പോയിക്കൊണ്ടിരിക്കണം? കുഞ്ഞിതായിട്ട് പോയിക്കൊണ്ടിരിക്കണം. ഹലോ ഏതിലേക്ക് പോണേ? സീറോയിലേക്കാണ് പോണേ. ഓക്കെ, ആ സീറോ ഒരു ഫൈനൈറ്റ് നമ്പർ അല്ലേ? ഇവിടെ എക്സ് എവിടേക്കാ പോകുന്നേ? വലുതായിക്കൊണ്ടേയിരിക്കുകയാണ്. എക്സ് എന്ത് ചെയ്തോണ്ടിരിക്കുക? വലുതായിക്കൊണ്ടിരിക്കണം. അപ്പൊ 1/x എവിടേക്ക് പോകും? സീറോയിലേക്ക് പോകും. അപ്പൊ ഇതെന്താ? ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ ലിമിറ്റ് എക്സ് ഇൻഫിനിറ്റി. എന്താണ് ലിമിറ്റ്? എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി. അതിനെയാണ് എന്ത് പറയാ? ലിമിറ്റ് അറ്റ് ഇൻഫിനിറ്റി. ഇതിനെന്ത് വിളിക്കും? ഇൻഫിനിറ്റ് പറഞ്ഞ ഒന്ന് വായലാവുന്ന നേരെയാവട്ടെ. ഇത് ഇൻഫിനിറ്റ് ലിമിറ്റ്. ഇതോ ലിമിറ്റ് അറ്റ് ഇൻഫിനിറ്റി. ലിമിറ്റ് അറ്റ് ഇൻഫിനിറ്റി. Can you follow? Yes sir. Okay. ഇനി ഇവിടെ 1/x ന്റെ കാര്യം പറഞ്ഞു നമ്മൾ. As x tends to 0, sorry infinity, 1/x equal to എത്ര കിട്ടണം മക്കളെ? 0 ആണ്. ഓക്കെ, ഇപ്പൊ നേരത്തെ നമ്മൾ വരച്ച പടം തന്നെ y equal to 1/x ആണ്. അല്ലെങ്കിൽ സാറ് പറഞ്ഞു xy equal to 1 ആണ്. ഇതെന്ന് പറയുന്നത് ഒരു ഹൈപ്പർബോളയാണ്. ഇങ്ങനെയാണ് ഇരിക്കുക ഹൈപ്പർബോള. ഇങ്ങനെ ഇരിക്കുന്ന ഹൈപ്പർബോളയാണ്. നോക്കി പിള്ളേര്, ഇങ്ങനെ ഇരിക്കുന്ന ഹൈപ്പർബോളയാണ്. ഇയാളുടെ ഒരു പ്രത്യേകത നോക്കി കുട്ടികളെ. ഈ എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോയാൽ എക്സ് വലുതായിക്കൊണ്ടിരിക്കുക. ഈ ഡയറക്ഷൻ അല്ലേ ഇൻഫിനിറ്റി ഡയറക്ഷൻ കുട്ടികളെ? ഇതല്ലേ ഇൻഫിനിറ്റി ഡയറക്ഷൻ. അപ്പൊ നമ്മുടെ ഈ y എന്ന് പറയുന്ന ഫംഗ്ഷൻ ആരുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുക? സീറോന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുക. അതായത് എക്സ് ആക്സിസിന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുക. അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എക്സ് ആക്സിസിൽ y എത്രയാ? ഫംഗ്ഷൻ എത്രയാ? 0 അല്ലേ? അതാണ് ഈ സാധനം. y equal to 1/x is xy equal to 1 ആണ്. എക്സ് ഇൻഫിനിറ്റ് വലുതാവും തോറും ഈ പടം എന്ത് ചെയ്യാണ്? ഇങ്ങനെ ആരുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്? എക്സ് ആക്സിസിന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഈ എക്സ് ആക്സിസിനെ ഇവര് ഇൻഫിനിറ്റിയിൽ പോയി തൊടില്ലേ പിള്ളേരെ? ഈ കർവ് ഇങ്ങനെ പോയാൽ അവർ എവിടെ പോയി തൊടും? ഇൻഫിനിറ്റിയിൽ. ആ തൊടണ ആളെ നമ്മൾ ഒരു പേര് വിളിച്ചിട്ടുണ്ട്, അസിംപ്റ്റോട്ട്. Therefore ഈ എക്സ് ആക്സിസ് ആരാ ഈ കർവിന്റെ? ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട്. വെരി ഗുഡ്, ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് ആണ്. പിന്നെ നമ്മൾ അടുത്ത ഡെഫിനിഷനിലേക്ക് വരുന്നത് എന്തിലേക്കാണ്? അപ്പോ ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട്. യെസ്, എന്ത് അസിംപ്റ്റോട്ടിനെ പറ്റി പറയാനാ പോണേ? ഹൊറിസോണ്ടൽ അതുൽ ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട്. ഇവിടെ ലിമിറ്റിനെ പറ്റി നമ്മൾ പറഞ്ഞ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1/x is equal to 0. അതിന് നമ്മൾ അപ്പൊ ഇങ്ങനെയാണ് നൊട്ടേഷൻ കൊടുത്തത്. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി f of x equal to L ആണെങ്കിൽ we say that this is limit at infinity. Limit at infinity. Okay.
അതിനു മുമ്പ് ഇൻഫിനിറ്റ് ലിമിറ്റ് നമ്മൾ ചെയ്തായിരുന്നു. ഇത് ലിമിറ്റ് അറ്റ് ഇൻഫിനിറ്റി ആണ്. അവിടെ ഇൻഫിനിറ്റ് ലിമിറ്റ് വരുമ്പോൾ എല്ലിന് പകരം ഇൻഫിനിറ്റി വരും. എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റിക്ക് പകരം എ ആണ് കൊടുക്കുക. ഇനി ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് വരണമെങ്കിൽ y ഈക്വൽ ടു എൽ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് ആവണമെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ ആവണം. പഠിച്ചു വെച്ചോ. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ ആണെങ്കിൽ y ഈക്വൽ ടു എൽ എന്തായിരിക്കും? ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് ആയിരിക്കും. അസിംപ്റ്റോട്ട് ആയിരിക്കും. ഇതുപോലെ തന്നെ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി മാത്രമല്ല, മൈനസ് ഇൻഫിനിറ്റിയും എഫ് എക്സ് ഈക്വൽ ടു എൽ ആയാലും y ഈക്വൽ ടു എല്ലിനെ എന്തെന്ന് വിളിക്കും? ഹൊറിസോണ്ടൽ ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് എന്ന് വിളിക്കാം. asymptote. This is the definition of in the horizontal asymptote. അപ്പൊ എന്താ? Limit x tends to plus or minus infinity f of x equal to L means y equal to L ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് ആയിരിക്കും. horizontal asymptote ആണ്. ഓക്കെ. ഇനി പറയാം, ഐശ്വര്യ എന്ന് പറഞ്ഞു നോക്കിയാൽ എപ്പോഴാ y equal to L horizontal asymptote ആവും? ഐശ്വര്യ? അശ്വതിയാണ് സർ. അശ്വതി സോറി Limit അശ്വതി. limit x tends to f of x tends to infinity f of x minus plus ആവുമ്പോൾ അല്ലാതെ ലിമിറ്റ് x tends to infinity f of x L ആവാം, അല്ലെങ്കിൽ ലിമിറ്റ് x tends to മൈനസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് എല്ലാവുമ്പോ എല്ലാം രണ്ടും റൈറ്റ് സൈഡിൽ ആരെ തന്നെയാ? എല്. എല്ലാം. അങ്ങനെയാണെങ്കിൽ ആരാവും? y ഈക്വൽ ടു എല്. എൽ എന്ന് പറയുന്നത് എന്ത് അസിംപ്റ്റോട്ട് ആവും മോളെ? ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട്. ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് ആവും. അപ്പൊ ഇവിടെ സാറ് പറഞ്ഞത് y ഈക്വൽ ടു 1/x ആണ് താരെന്നുണ്ടെങ്കിൽ ആരാ? എക്സിന് പൂജ്യത്തിലേക്ക് പോയാൽ ലെഫ്റ്റിന്നോ റൈറ്റിന്നോ, സോറി എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോയാൽ എന്തുണ്ടാവും മോളെ? എക്സ് ഇൻഫിനിറ്റിയിൽ പോയാൽ 1/x എന്തായിരിക്കും? 1/infinity. അതെത്രയാ? ഡിനോമിനേറ്റർ വലുതായാൽ x tends to infinity 1/x equal to 0 അല്ലേ? പറയ്. സർ 0 ആണ്. 0 ആണ്. അത് അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇവിടെ എൽ ആരാ? അപ്പോ എൽ ആരാ? 0 ആണ്. അപ്പൊ ആരാണ് ഇതിന്റെ? y ഈക്വൽ ടു 0 ഈസ് എ Horizontal asymptote. ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട്. തിരിയുന്നുണ്ടോ മക്കളെ? സർ. അപ്പൊ y ഈക്വൽ ടു 1/x ന്റെ രണ്ട് കാര്യങ്ങൾ പഠിച്ചു. നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു. വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് ഉണ്ട് അതിന്. ഇതാരാ? y ഈക്വൽ ടു 0 ഈസ് ദ ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട്. പിന്നെ x ഈക്വൽ ടു 0 വാസ് വെർട്ടിക്കൽ. ഡിനോമിനേറ്റർ 0 ആണ് കേസ്. കൺഫ്യൂഷൻ ഉണ്ടാക്കല്ലേ. ഡിനോമിനേറ്റർ 0 ആയാലേ പറ്റാ ഇൻഫിനിറ്റി ആവാ. ഓക്കെ. ഇവിടെ ഡിനോമിനേറ്റർ ഇൻഫിനിറ്റി ആവുമ്പോൾ ഫംഗ്ഷൻ വാല്യൂ എത്രയാവണം? 0 ആവണം. അതുകൊണ്ട് y ഈക്വൽ ടു 0 ഈസ് ദ ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട്. ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട്. രണ്ടോട് കൺഫ്യൂഷൻ ഇല്ലാത്ത വിദ്യാർത്ഥിക്ക് സാറ് പറയുന്നില്ല. അപ്പൊ 1/x മൈനസ് 1 എന്ന് പറഞ്ഞപ്പോൾ 1/x മൈനസ് 1 ആരായിരിക്കും? ആര്? ലിമിറ്റ് x tends to infinity ഒന്നും തരുന്നു. ലിമിറ്റ് x tends to infinity 1/x മൈനസ് 1 സ്ഥിതി എന്താ നോക്കി? ഈ ഇൻഫിനിറ്റിന്ന് ഒന്ന് കുറച്ചാലും ഇൻഫിനിറ്റി തന്നെയല്ലേ മോളെ? അപ്പൊ ഡിനോമിനേറ്റർ വലുത് തന്നെയല്ലേ അതിന്റെ? 1/0 തന്നെയല്ലേ? അപ്പൊ ആരാണ്? ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട്. ആര്? ലിമിറ്റ് x tends to y equal to 0 ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട്. ആര്? y ഈക്വൽ ടു 0 is a horizontal asymptote. മക്കളെ ശരിയാവില്ലേ? ഒരു ചെറിയ കൺഫ്യൂഷൻ വരും. ഇവിടെ നിങ്ങളിപ്പോ x മൈനസ് 1 കണ്ട ഉടനെ അടി അവിടുന്ന് വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് കിട്ടി ആരായിരിക്കും? x equal to minus 1. x equal to 1 കൊടുത്താൽ അത് വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് ആവും. പക്ഷെ അത് x ഇൻഫിനിറ്റിയിലേക്ക് പോയാൽ വാല്യൂ എത്രയാവും? 0. അപ്പൊ അതുകൊണ്ട് y ഈക്വൽ ടു 0 ആരാവും? ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട്. ആ ഡിസ്റ്റിങ്ഷൻ മനസ്സിലാക്കി വെക്കട്ടോ. ഏതെങ്കിലും ഭാഷയിൽ എഴുതി വെക്കുക. തമിഴിലോ തെലുങ്കിലോ മലയാളത്തിലോ. ക്ലിയർ ആണ് മക്കളെ? ക്ലിയർ ആണ്? ക്ലിയർ ആണ്. മക്കളെ ഇനി ലിമിറ്റ് x tends to infinity 1/x raised to r equal to 0 വരില്ലേ? r greater than 0 ആണ് കേട്ടോ.
ആറിന് ആര് പോസിറ്റീവ് വാല്യൂ ആര് വേണമെങ്കിലും വരാം. കേട്ടോ നിങ്ങള്? കേട്ടു സർ. ആ എക്സിന് ഞാൻ 1 കൊടുത്തു. 1/x എത്രയായിരിക്കും? ആസ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 0 ആവും. ഡിനോമിനേറ്റർ വലുതാവില്ലേ? അതെ, ഓക്കെ, അപ്പൊ അതിന്റെ വാല്യൂ എത്ര വരും? 0 0 വരും. വരും. ഈ തിയറം ഒന്ന് എഴുതി വെച്ചേ. ഇഫ് r greater than 0, limit x tends to infinity 1/x raised to r equal to 0. കിട്ടിയ? ആ സർ. ഓക്കെ. അതുപോലെ തന്നെ പിള്ളേരെ മൈനസ് ഇൻഫിനിറ്റി കൊടുത്താലും വാല്യൂ തന്നെയായിരിക്കും. മൈനസ് ഇൻഫിനിറ്റി കൊടുത്താലും വാല്യൂ എന്തായിരിക്കും? 0. 0 തന്നെയായിരിക്കും. കാരണം ഡിനോമിനേറ്റർ വലുതാവാണ്. അവിടെ ചിഹ്നം നോക്കിയിട്ടല്ല. ഉദാഹരണത്തിന് നിങ്ങൾക്ക് 1/-1000 1/-10,000 പിള്ളേരെ കേൾക്കുന്നുണ്ടോ? നിങ്ങള് കേൾക്കുന്നുണ്ടോ? അപ്പൊ നമ്മൾ വിചാരിക്കുക നെഗറ്റീവ് പിന്നെ വരുമ്പോ നമ്പർ അങ്ങോട്ട് വലുതാവും എന്നൊക്കെയാണ് പറയുക. പക്ഷെ അതിന്റെ ന്യൂമറിക്കൽ വാല്യൂ എന്ന് ആലോചിച്ച് നോക്കി മക്കള്. ഇതിന്റെ ന്യൂമറിക്കൽ വാല്യൂ എത്രയാ? -0 പറയൂളെ. 0നോട് എടുക്കാണ്. അതാണ് അതിന്റെ ഉത്തരം. 0.0001 അല്ലെ? ആരുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുക? ആരുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുക? 0ന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പൊ അത് ചിഹ്നത്തിന് വലിയ പ്രശ്നമില്ല അല്ലെ അവിടെ? ഇല്ല. ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇൻ ജനറൽ ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു പ്ലസ് ഓർ മൈനസ് ഇൻഫിനിറ്റി 1/x റേസ്ഡ് ടു r ഈക്വൽ ടു എത്രയും മോളെ? 0 ആണ്. 0 ആണ്. അത് ഉറച്ചാ? അപ്പൊ if r greater than 0, then limit x tends to plus or minus infinity 1/x raised to r equal to 0. Can you follow? Yes, sir. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യം ലിമിറ്റ് x tends to 0. സോറി, ലിമിറ്റ് x tends to infinity. ഒന്ന് എഴുതിയിരുന്ന മക്കള് 2x² minus x plus 1 divided by 3x² plus 2x minus 1. ഒന്ന് പറഞ്ഞേ. ലിമിറ്റ് x tends to infinity എന്ന് പറഞ്ഞേ. 2x² minus x plus 1. 2x² minus x plus 1 divided by 3x² plus 2x minus 1. 3x² plus 2x minus 1. ഇതിന്റെ ലിമിറ്റ് കാണണം. ഇത് നമുക്ക് പണിയില്ലേ പിള്ളേരെ? ഇത് ചെറിയ പണിയുണ്ട്. കാരണം മുകളിൽ നോക്കുമ്പോൾ എക്സിന്റെ പവേഴ്സ്, താഴെ നോക്കുമ്പോൾ എക്സിന്റെ പവർ ആണ്. നമുക്ക് ആകെ നമ്മുടെ കയ്യിലുള്ളത് 1/x raised to r ന്റെ 1/x raised to r as x tends to infinity or plus infinity or minus infinity എന്താണെന്ന് അറിയാം പിള്ളേരെ? 0 ആണെന്നറിയാം. 0 എന്നറിയാം. പക്ഷെ ഇവിടെ ഒക്കെ പവർ പോസിറ്റീവ് പവറുകളല്ലേ നിൽക്കുന്നത്? ഇൻഫിനിറ്റി സ്ക്വയർ എത്രയായിരിക്കും പിള്ളേരെ? ഇൻഫിനിറ്റി ആയിരിക്കും. അതിൽ ഒരു ഇൻഫിനിറ്റി കുറയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. 2 times ഇൻഫിനിറ്റി സ്ക്വയർ, അതിൽ നിന്ന് ഒരു ഇൻഫിനിറ്റി കുറയ്ക്കുക, അതിന്റെ കൂടെ ഒന്നും കൂടി കൂട്ടിക്കോളാൻ. നിങ്ങൾക്ക് വല്ലതും പറയാൻ പറ്റുന്നുണ്ടോ വാല്യൂ പിള്ളേരെ? ഇല്ല. താഴെ അതുപോലെ തന്നെ ഇൻഫിനിറ്റിനെ സ്ക്വയർ ചെയ്യുക, അതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, പിന്നെ അതിന്റെ കൂടെ 2 പ്രാവശ്യം ഇൻഫിനിറ്റി കൂട്ടുക, അതിൽ നിന്ന് ഒന്ന് കുറയ്ക്കുക. നല്ല രസല്ലേ? നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഓപ്പറേഷൻസ് അല്ല അവിടെ അല്ലേ? അതെ. പക്ഷെ നമുക്ക് ഇങ്ങനൊരു കാര്യമുണ്ട്. 1/x², 1/x എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ ലിമിറ്റ് എത്രയാ? 0 ആയിരിക്കും. 0 ആണ്. മനസ്സിലായോ? അപ്പൊ ഞാനൊരു പണി ചെയ്യാൻ പോവാ. മുകളിലെ അടിയിൽ മാക്സിമം പവർ എന്താ? ഇവനൊക്കെ തല തിരിക്കാൻ പോവാ. തല തിരിച്ചാൽ കുറച്ച് കാര്യങ്ങൾക്ക് എളുപ്പമുണ്ടാവുമല്ലോ. മുകളിൽ ചെയ്യണ ഓപ്പറേഷൻ താഴെയും ചെയ്താൽ പോരെ? മതി മതി. അപ്പൊ നമുക്ക് ഇവിടെ മുകളിൽ x² കിട്ടുന്നത്, അവിടെ മാക്സിമം പവർ x² ആണ്, താഴെ എന്ത് തന്നെയാണ്? x² ആണ്. അപ്പൊ താഴെ പണി ചെയ്യാൻ പോവാ. മുകളിലെ അടിയിൽ x² കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാ. 2x² minus x plus 1 divided by x² divided by 3x² plus 2x minus 1 divided by x². സമ്മതിച്ചാ?
സംഭവിച്ചു. എക്സ് സ്ക്വയർ വെട്ടിപ്പൊക്കൊള്ളിയേ. സർ. ഇനി എക്സ് സ്ക്വയറിന്റെ ഓരോന്നിനും ഡിവൈഡ് ചെയ്യേണ്ട മക്കളെ. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി 2x സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ 2 അല്ലേ? അതെ. മൈനസ് എക്സ് ബൈ എക്സ് സ്ക്വയർ 1 ബൈ എക്സ് അല്ലേ? 1/x. പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ അല്ലേ? അതെ സർ. ഇപ്പൊ നമ്മുടെ മനസ്സിൽ ലഡു പൊട്ടി തുടങ്ങിയില്ലേ? താഴത്തെ ലഡു എന്ന് പറഞ്ഞു. താഴത്തെ ലഡു 3 plus 2/x minus 1/x square. 1/x square. ഓക്കെ. ഓക്കെ സർ. ഇനി നമുക്ക് അറിയാവുന്ന ഈ മുതലിന് എടുക്കണം. 1/x ന്റെ ലിമിറ്റ് എത്രയാ? 0 ആണ് അല്ലേ? അതെ. 6 2 കൊടുത്ത് നോക്കിയാൽ 1/x സ്ക്വയറിന്റെ ലിമിറ്റ് എത്രയാ? 0 തന്നെയാണ്. 0 ആണ്. അപ്പൊ ഈ ചങ്ങാതി അടിച്ച് പോയില്ലേ? പോയി. ഈ ചങ്ങാതി പോയില്ലേ? പോയി. ഇതൊക്കെ പോയില്ലേ? സർ. ആൻസർ എത്രയാ? 2/3. ഈ 1/x ന്റെ ലിമിറ്റ് 0 ആണെന്ന് പറഞ്ഞു വെക്കണം, പരാമർശിക്കണം. ക്ലിയർ ആയോ? 1/x സ്ക്വയർ. അപ്പൊ ലിമിറ്റിന്റെ പ്രോപ്പർട്ടി ഉപയോഗിക്കുകയാണ് നമ്മൾ ഇനി ചെയ്യണേ. ലിമിറ്റ് ഓഫ് ദി കോഷ്യന്റ് ഈക്വൽ ടു എന്താ? കോഷ്യന്റ് ഓഫ് ലിമിറ്റ്സ് അല്ലേ? മുകളിലുള്ള ആളുടെ ലിമിറ്റ് ഡിവൈഡഡ് ബൈ താഴത്തുള്ള ആളുടെ ലിമിറ്റ്. പിന്നെ ലിമിറ്റ് ഓഫ് ദി സം ഇസ് ഈക്വൽ ടു എന്താ? സം ഓഫ് ലിമിറ്റ്സ്. ആ പരിപാടിയൊക്കെ നമ്മൾ പ്ലസ് 2 പഠിച്ചിട്ടുണ്ട്. ലിമിറ്റ് ഓഫ് 2 ആര് തന്നെയാ? 2 തന്നെ അല്ലേ മക്കളെ? മൈനസ് 1/x ന്റെ ലിമിറ്റ് എത്ര? 0. ഇവിടെ ഈ ചങ്ങാതി 1/x സ്ക്വയറിന്റെ ലിമിറ്റ് 0. അപ്പോൾ ആര് മാത്രമായി? 2 മാത്രമായി. താഴെ 3 മാത്രമായി. ആൻസർ 3. 2/3. ഇതിലൊറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് അതിന്റെ ആൻസർ പറഞ്ഞൂടെ? ഈ പ്രോബ്ലം എത്രയാ? എന്താണ്? 2/3. ഇവിടെ ഞാൻ 5 കൊടുത്തു എന്ന് കരുതി. ആൻസർ എത്രയാവും? 5/3. 5/3. ഇത് ഇത്രയുള്ളോ? ഇത് 6 കൊടുത്താലോ? 5/6. 5/6. അപ്പൊ ഒരേ പവർ വന്നാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ? മുകളിലടിയിലും ആ മാക്സിമം പവർ കൊണ്ട് വെച്ചിട്ട് ഒറ്റ കാച്ചി വെച്ചു. ക്ലിയർ ആയോ? ഇത് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെന്ന് തന്നെ വിചാരിച്ചു പോയി. ഇനി പഠിക്കേണ്ട കാര്യമില്ലല്ലോ. ഇത് വേണ്ട പഠിക്കില്ലല്ലോ. മക്കളെ പോണ്ടോ? വണ്ടി മുന്നോട്ടാണോ പിന്നോട്ടാണോ പോണേ? ക്ലിയർ ആണ് സർ. ക്ലിയർ ആവുന്നുണ്ട് അല്ലെ? ഇനി ഇതേപോലെ തന്നെ നമുക്ക് അടുത്തൊരു പ്രോബ്ലം. അത് ഇതാണ്. fx equal to 3x divided by the root of x square plus 1. ഇതാണ് നമ്മുടെ താരം. ഫൈൻഡ് ദ ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്സ്. അയ്യോ പിള്ളേരെ, നമ്മൾ നേരത്തെ വന്നിട്ട് അസിംപ്റ്റോട്ട് കാണാനായിരുന്നു ആ പ്രോബ്ലം. ഹലോ, ഹൊറിസോണ്ടൽ എന്ത് കാണാനായിരുന്നു പ്രോബ്ലം? എക്സ് ഇൻഫിനിറ്റിയിലേക്ക് വിട്ടപ്പോ നമുക്ക് എന്താ കിട്ടിയ? വൈയുടെ വാല്യൂ എത്ര കിട്ടിയ? 2/3 Therefore y equal to 2/3 is the horizontal asymptote. അതും കൂടി എഴുതി വെച്ചോളൂട്ടാ. സർ. എന്താ എഴുതുക? y is equal to 2/3 ആണ് horizontal asymptote. Horizontal asymptote. Is it clear? Clear ആണ്. ഇയാളുടെ ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് കാണാം. fx equal to 3x divided by root of x square plus 1. ക്ലിയർ ആയോ? പ്രോബ്ലം കണ്ടോ? ഫൈൻഡ് ദ ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് ഓഫ് fx equal to 3x divided by root of x square plus 1. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സ് ഗ്രേറ്റർ ദാൻ 0 വെച്ചിട്ടാണ്. കേസ് 1 ആയിട്ട് എടുക്കുക. കേസ് 1 എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് വിചാരിക്കുക. 1 അല്ല, ഗ്രേറ്റർ ദാൻ 0. ഇവിടെ മക്കള് ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ റൂട്ട് ഉള്ളത് കൊണ്ട് നമ്മളൊന്ന് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ഞാൻ പോസിറ്റീവ് എന്ന് പറഞ്ഞ്. മക്കൾ നോക്കിയാൽ കാണാം, ഇവിടെ 3x താഴെ എക്സ് സ്ക്വയർ പ്ലസ് 1ന്റെ എന്തെടുക്കുകയാണ് നമ്മള്? പറയും മക്കളെ, എക്സ് സ്ക്വയർ പ്ലസ് 1ന്റെ എന്തെടുക്കുക? റൂട്ട് എടുക്കുകയാണ്. റൂട്ട് എടുക്കുകയാണ്. അപ്പൊ നമുക്ക് എക്സ് സ്ക്വയറിന്റെ റൂട്ട് എടുത്താൽ എക്സ് ആണെന്ന് അറിയാം അല്ലെ കുട്ടികളെ?
അതെ. അപ്പൊ ഇതിന്റെ ലീഡിംഗ് പവറിന്റെ റൂട്ട് എടുത്താൽ എക്സ് ആണ്, ഇവിടെയും എക്സ് ആണ് അല്ലെ? ആ ഒരേ ഡിഗ്രി മാതിരി തോന്നുന്നില്ലേ നമുക്ക്? ആ സർ. ക്ലിയർ ആവുണ്ടോ? അത് പറഞ്ഞ് മനസ്സിലായോ നമുക്ക്? ആ സർ. ഓക്കെ. അപ്പൊ ഇവിടെ നമുക്ക് എക്സ് ഗ്രേറ്റർ ദാൻ സാർ എടുക്കാൻ കാരണം റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ എന്താണെന്ന് അറിയാം നമുക്ക്. എക്സ് ആണെന്നറിയാം. എക്സ് ആണ്. ഓക്കെ. അപ്പൊ ഇവിടെ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മാത്രമല്ല, അതിന്റെ കൂടെ എന്തും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്, 1 കൂടി ഉണ്ട്. 1 കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അവിടെ എക്സ് സ്ക്വയർ മുകളിലും താഴെയും എക്സ് സ്ക്വയർ ആയിരുന്നു മാക്സിമം പവർ അല്ലേ? ആ സർ. എന്നിട്ട് നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്തു മുകളിലും അടിയിലും? എക്സ് സ്ക്വയറും ഉണ്ട്. അപ്പൊ ഇവിടെ ആരോണ്ട് ഡിവൈഡ് ചെയ്യുന്നുള്ളതിന് നമുക്ക് കാര്യം ഉറപ്പായി. ആരാണ് ഇവിടെ? എക്സ്. ഇവിടെ എക്സ് തന്നെയല്ലേ തന്നെ? ആ സർ. അപ്പൊ എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത് ഇവിടെ? എക്സ്. എക്സ് കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ എഫ് എക്സ് എന്തായിട്ട് മാറുമ്പോഴേ എഫ് എക്സ് ബിക്കംസ് 3x by x divided by root of x square plus 1 divided by x. ഇതുവരെ വളരെ ശരിയാണോ? ആ സർ. That is equal to, ഇത് എന്തായിട്ടാ വരിക? 3 divided by, ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ എക്സിനെ റൂട്ടിനകത്തേക്ക് കൊടുത്താൽ എന്താവും നമുക്ക്? പറയൂലേ, എക്സിനെ റൂട്ടിനകത്തേക്ക് വരുമ്പോൾ അത് എക്സ് സ്ക്വയർ ആവില്ലേ കുട്ടികളെ? എക്സ് സ്ക്വയറും അല്ലേ? ആ അപ്പോ എക്സ് സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ ആവില്ലേ അവിടെ? നോട്ട് ദ പോയിന്റ്. ആ ഫോളോ ചെയ്യുന്നുണ്ടോ? യെസ് സർ. That is equal to 3 divided by root of x square by x square plus 1 by x square. That is equal to 3 divided by root of 1 plus 1 by x square. Can you follow? ആ സർ. മക്കളെ, ഇന്ദുക്ക് എവിടേക്ക് പോയി? സാർ ഇവിടെ ഉണ്ട്. ഫോളോ ചെയ്യുന്നുണ്ടോ അത്? ആ സാർ ഉണ്ട്. ഇവിടെ മുകളിൽ അടിയിൽ നമ്മൾ എന്തുകൊണ്ടാ ഡിവൈഡ് ചെയ്തേ? കാരണം എന്തുകൊണ്ടാ ഡിവൈഡ് ചെയ്തേ? എക്സ് ഉണ്ട്. എക്സ് ഉണ്ട്. കാരണം എന്താണ്? ഇവിടെ മുകളിൽ എക്സ് ഉണ്ട്, താഴെ എക്സ് സ്ക്വയറിന്റെ റൂട്ട് വരുമ്പോൾ എത്ര വരുന്നേ? എക്സ് തന്നെ വരും. എക്സ് ആണ് വരുന്നത്. ഇവിടെ അങ്ങനെ എക്സ് സ്ക്വയർ പ്ലസ് 1 ഉണ്ടെങ്കിലും അതിന്റെ റൂട്ട് ഇട്ടിട്ടുള്ളതുകൊണ്ട് അതിന്റെ ഡിഗ്രി എത്ര കുറയാൻ സാധ്യതയുണ്ട്? 1 ആയിട്ട് കുറയാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മുകളിൽ അടിയിൽ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്തു? മുകളിൽ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തു, താഴെയും എക്സ് കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്തു. ഇനി നമുക്ക് എടുക്കേണ്ടത് എഫ് എക്സ് ഇങ്ങനെയായിട്ട് മാറി. Can you follow? ഹലോ പിള്ളേരെ, എന്നിട്ട് നമുക്ക് കാണേണ്ടത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി ആണ് എഫ് ഓഫ് എക്സ്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ആണ് കാണേണ്ടത് കുട്ടികളെ. നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചിട്ടുണ്ട് 1 by x സ്ക്വയർ ഒക്കെ എവിടേക്ക് പോകോളും? 1 by x raised to r as extends to infinity. സീറോയിലോട്ട് പോകും. അപ്പൊ എഫ് എക്സിന്റെ ലിമിറ്റ് ആസ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി എന്ന് ഇയാളുടെ കണ്ടത്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി 3 divided by root of 1 plus 1 by x square. ഇയാൾ എവിടേക്ക് പോകും? 1 by x square ലിമിറ്റ് എവിടേക്ക് പോകും കുട്ടികളെ? കിട്ടുണിക്ക് ലോട്ടറി അടിച്ച അവൻ സ്ഥലം വിട്ടു പോയില്ലേ? ഇവിടെ ലോട്ടറി അടിച്ചു, കിട്ടുണി ആരാ? 1 by x square. അതിന്റെ വാല്യൂ എത്ര? 0 അല്ലേ? അപ്പൊ എത്ര കിട്ടുക? ഈക്വൽ ടു 3 by root 1 എന്ന് കിട്ടില്ലേ? 3 by root of 1 plus 0, that is root 1. എന്താ നിങ്ങളൊന്നും ഇണ്ടാത്തേ? കിട്ടും. കിട്ടില്ലേ? അതിന്റെ വാല്യൂ എത്ര കിട്ടണേ? 3 വരും. അപ്പൊ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് എന്ത് കിട്ടി? 3 വന്നു. അപ്പൊ y equal to 3 is the horizontal asymptote. ഇതുവരെ വളരെ ശരിയാണോ? ആ സർ. ശരിയാണ്. ഓക്കെ. നിങ്ങൾക്ക് അടുത്ത ക്ലാസ് എങ്ങനെ ഉണ്ടാ പിള്ളേരെ? ഇല്ല സർ. ഈ പ്രോബ്ലങ്ങൾ അവസാനിപ്പിച്ചിട്ട് നിർത്തിക്കോട്ടെ. നമുക്ക് പോർഷൻസ് പരീക്ഷയായി ഉണ്ട് പിള്ളേരെ ഇല്ലേ? ടൈം ടേബിൾ ഒക്കെ ഒന്ന് ഗ്യാപ്പ് ഒക്കെ ഉണ്ടോ പിള്ളേരെ പരീക്ഷയ്ക്ക്? ടൈം ടേബിൾ കണ്ടോ നിങ്ങൾ? ഗ്യാപ്പ് ഒക്കെ ഉണ്ട്. ഫസ്റ്റ് എക്സാം മാത്സാ? അടിപൊളി. അത് എത്രാം തീയതി? 3-ാം തീയതി? ഹലോ, 2-ാ 3-ാ? 2-ാം തീയതി 3-ാം തീയതി? 3-ാം തീയതി. 3-ാം തീയതി എന്താഴ്ച? വെള്ളിയാഴ്ചയോ? അടുത്ത വെള്ളിയാഴ്ച പരീക്ഷയാണ്. അപ്പൊ ഈ വെള്ളി കഴിഞ്ഞ അടുത്ത വെള്ളി നിങ്ങൾക്ക് അതിന്റെ അഹംഭാവം ഇല്ല കേട്ടാ. വെരി ഗുഡ്. യെസ്. ഇനി
നമുക്ക് എക്സ് ലെസ് ദാൻ 0 ആണെന്ന് കരുതാം. നേരത്തെ എന്താ ചെയ്ത എക്സ് പറയും മക്കളെ? ഗ്രേറ്റർ ദാൻ 0. കേസ് 2 ആയിട്ട് നമ്മൾ എടുക്കുന്നത് എന്താ? കേസ് 2 ആയിട്ട് എടുക്കുന്നത് എക്സ് ലെസ് ദാൻ 0 ചെയ്യാം. ഞാൻ 0. അപ്പൊ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് നമ്മൾ മോഡ് എക്സ് ആയിട്ട് എടുക്കുക. റൂട്ട് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിട്ട് എടുക്കുക? നമ്മള് മോഡ് എക്സ് ആയിട്ട് എടുക്കുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാല് ഈ നെഗറ്റീവ് ഒക്കെ റൂട്ടിനകത്ത് വന്നാൽ കുഴപ്പമുണ്ടെന്നൊക്കെ ഒരു ഐഡിയ പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ. ക്ലിയർ ആയോ? ആ അപ്പൊ നമ്മള് മോഡ് എക്സ് ആയിട്ട് എടുക്കുക. എക്സ് നെഗറ്റീവ് ആവുമ്പോൾ മോഡ് എക്സ് എന്ന് പറഞ്ഞാൽ ആരാ? എക്സ് നെഗറ്റീവ് ആവുമ്പോൾ മോഡ് എക്സ് ആരാ പിള്ളേരെ? മൈനസ് എക്സ് അല്ലേ? മോഡ് എക്സ് മൈനസ് എക്സ് ആവോ? കാരണം എക്സ് എന്താന്ന് പറഞ്ഞേക്കണേ? അല്ല, മോഡ് എന്ന് പറയുമ്പോ പിന്നെ പോസിറ്റീവ് അല്ലേ വരുള്ളൂ. മോഡ് പോസിറ്റീവ് ആണ്, എക്സ് പക്ഷെ നെഗറ്റീവ് അല്ലടാ. ആ, എക്സ് നെഗറ്റീവ്. നെഗറ്റീവ് അതുകൊണ്ട് മോഡ് എക്സ് ആരാവണം? അപ്പൊ മോഡ് എക്സ് പോസിറ്റീവ് ആവണം. അതെ. നമ്മൾ മോഡ് ഓഫ് മൈനസ് 2 എത്രയാണ്? 2 അല്ലേ? ആ സർ. അത് മൈനസ് ഓഫ് മൈനസ് 2 അല്ലേ? ആ സർ. ഇപ്പൊ കിട്ടിയ ആ, എക്സ് എന്തായതുകൊണ്ട് അത് നെഗറ്റീവ് ആയതുകൊണ്ട്. നെഗറ്റീവ് അല്ലെങ്കിൽ മോഡ് എക്സ് എന്ന് പറയുന്നത് എക്സ് തന്നെയായിരിക്കും, പോസിറ്റീവ് ആണ്. അതാണ് നേരത്തെ കേസ് ചെയ്തത്. ആ സർ. ഓക്കെ. അപ്പൊ ഇവിടെ എക്സ് ലെസ് ദാൻ 0 ആണ്. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു മോഡ് എക്സ്, ദാറ്റ് ഇസ് ഈക്വൽ ടു അതിന്റെ പോസിറ്റീവ് റൂട്ട് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ, മോഡ് എക്സ് ആണ്. പക്ഷെ മോഡ് എക്സ് എന്താ? എക്സ് നെഗറ്റീവ് ആയതുകൊണ്ട് മോഡ് എക്സ് ആരാ? മൈനസ് എക്സ് ആണ്. ശ്രദ്ധിക്കണ്ടോ നിങ്ങള്? അപ്പൊ ഇനിയിപ്പോ ഇവിടെ ഡിവൈഡ് ചെയ്യേണ്ടത് ഈ റൂട്ടിനകത്തേക്ക് കയറേണ്ട ഇറങ്ങേണ്ടൊക്കെ ഉള്ളതുകൊണ്ടാണ് ഈ മൈനസ് എക്സ് കൊണ്ടാണ് ഇനിയിപ്പോ നേരത്തെ നമ്മൾ ഡിവൈഡ് ചെയ്ത് ഏതാണ് നമ്മളെ? പ്ലസ് എക്സ് കൊണ്ടല്ലേ? ശ്രദ്ധിക്കുള്ളേ എന്തുകൊണ്ടാ ഡിവൈഡ് ചെയ്ത്? നേരത്തെ മുകളിലടിയിൽ എക്സ് കൊണ്ടല്ലേ ഡിവൈഡ് ചെയ്തേ? ആ അപ്പൊ ഈ റൂട്ടിനകത്തേക്കൊക്കെ കയറി ചെല്ലാൻ കുഴപ്പമില്ല, കാരണം എക്സ് എന്താ ഇതുകൊണ്ടാ? പോസിറ്റീവ് ആണ്. എക്സ് എന്താ? പോസിറ്റീവ് ആണ്. ഇവിടെ വരുമ്പോ നെഗറ്റീവ്, എക്സ് നെഗറ്റീവ് വരുമ്പോ റൂട്ടിനകത്ത് കയറി ചെന്നാൽ ഉടനടി കോംപ്ലക്സ് ആവും ഇല്ലേ? അത് ഒഴിവാക്കും വേണം നമുക്ക്. ആ അപ്പൊ അതുകൊണ്ട് നമ്മൾ മുകളിലടിയിലും ഡിവൈഡ് ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കും? മൈനസ് എക്സ് കൊണ്ടായിരിക്കും. കാരണം എന്താ? എക്സിനെ എന്താക്കും നമ്മള്? എക്സ് നെഗറ്റീവ് ആയതുകൊണ്ട് അതിനെ പോസിറ്റീവ് ആക്കും. എന്തുകൊണ്ട്? മൾട്ടിപ്ലൈ ചെയ്തിട്ട് മൈനസ് എക്സ് കൊണ്ട് മൈനസ് എക്സ് കൊണ്ട്. ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് ഇനിയിപ്പോ ആരോണ്ടാ? മൈനസ് എക്സ് കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ എഫ് എക്സ് ഇങ്ങനെ വരില്ല, 3x ഡിവൈഡഡ് ബൈ മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ മൈനസ് എക്സ്. ശരിയായോ? കിട്ടിയോ മക്കളെ? ക്ലിയർ ആയി. കിട്ടുന്നുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു നേരത്തെ പണിയൊക്കെ തന്നെയാണ്. നിങ്ങൾ ഇനി ഭാരിച്ച കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ട. മൈനസ് 3 ബൈ വളരെ മൈനസ് 3 ബൈ ഇവിടെ ഈ മൈനസ് എക്സ് എന്നുള്ള സ്ഥാനത്ത് ഞാൻ എന്തെന്ന് എഴുതും? റൂട്ട് എക്സ് സ്ക്വയർ എഴുതാം. റൂട്ട് എക്സ് സ്ക്വയർ എഴുതാം. അതാണ് അവിടെ നോട്ട് ചെയ്യേണ്ട പോയിന്റ്. പിടികിട്ടിയോ? ക്ലിയർ ആയി. 1 ബൈ റൂട്ട് എക്സ് സ്ക്വയർ. പിന്നെ ഇവിടെ കിടക്കുന്ന ആളുണ്ടല്ലോ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1 ഉണ്ട്. എക്സ് സ്ക്വയർ പ്ലസ് 1 ഉണ്ട്. ഇപ്പൊ എന്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മനസ്സിലായ? അപ്പൊ മുകളിൽ മൈനസ് വന്നു. ഇനി താഴെ വരുന്ന സംഭവങ്ങളൊക്കെ ഈസി ചെയ്യാം. മൈനസ് 3 ഡിവൈഡഡ് ബൈ ഇതിന്റെ ഉള്ളിൽ കിടന്ന് വെട്ടി അടിച്ചു മാറ്റട്ടെ. എന്ത് കിട്ടും? 1 പ്ലസ് 1 ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ. ക്യാൻ യു ഫോളോ? യെസ് സർ. ക്ലിയർ ആയോ? ഇനി എക്സിനെ എവിടേക്ക് വിടുക നമ്മള്? അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, മൈനസ് 3 ഡിവൈഡഡ് ബൈ മൊത്തത്തില് റൂട്ട് ഓഫ് 1 പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ എന്ന് എഴുതാം അല്ലെ? ഈ സ്റ്റെപ്പ് വേണമെന്നില്ല. ക്ലിയർ ആയോ കുട്ടികളെ? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1 അല്ലേ? എന്നിട്ട് എക്സിനെ എവിടേക്ക് വിടുക? ഇൻഫിനിറ്റിയിലോട്ട്. അപ്പോൾ ലിമിറ്റ് ഓഫ് എക്സ്, ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എന്ത് വരും കുട്ടികളെ? മൈനസ് 3 വരില്ലേ? ഇത് സീറോയിലേക്ക് പോയില്ലേ? മൈനസ് ഇൻഫിനിറ്റി ആയില്ലേ? സോറി മൈനസ് 3 ആയില്ലേ? അപ്പൊ ആരായി? y ഈക്വൽ ടു -3 ആയി നമ്മുടെ വെർട്ടിക്കൽ അസിംപ്റ്റോട്ട്.
നേരത്തെ എന്ത് കിട്ടിയിട്ടുണ്ട്? സോറി, ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട്. നേരത്തെ എന്ത് കിട്ടിയിട്ടുണ്ട്? പോസിറ്റീവ് ആയിരുന്നപ്പോ കിട്ടിയത് y ഈക്വൽ ടു 3 അല്ലേ? 3 അല്ലേ? നല്ലതാണ്. ആണ്. എക്സ് നെഗറ്റീവ് ആയിപ്പോ എന്ത് കിട്ടി? -3 കിട്ടും. y ഈക്വൽ ടു -3. അപ്പൊ 2 അസിംപ്റ്റോട്സ് കിട്ടിയില്ലേ? ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്സ്. ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ള ഒരു മണം വരുന്നുണ്ടല്ലോ, എവിടെയും കണ്ട് അടിപിടിച്ചിട്ടുണ്ടല്ലോ, ഒരു മണം വരുന്നുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നെനിക്കാണ്. ആരൊക്കെയാ? y ഈക്വൽ ടു 3 ഉം y ഈക്വൽ ടു -3 -3 ഉം 2 എന്തായിട്ട് കിട്ടി? ഹൊറിസോണ്ടൽ ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട്. അസിംപ്റ്റോട്സ് ആയിട്ട് കിട്ടി.